Abba love and cookie stories. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോട്ടി ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അത് നല്ല നാടൻ ടേസ്റ്റോടു കൂടി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടത്. ഇതപ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചില ആളുകൾക്ക് ബോട്ടിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ. പക്ഷേ ചില ആളുകൾക്ക് നല്ല ഇഷ്ടവും ബോട്ടിയും കപ്പയും എല്ലാം കഴിക്കാനായിട്ട്. ഞാനിവിടെ ബോട്ടി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബോട്ടി റെസിപ്പി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. ഈ ബോട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. ഞാനിവിടെ കുമ്മായ ഇട്ടിട്ട് നന്നായിട്ട് ഇതിലെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ചില ആളുകൾക്ക് തൊലി നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് തൊലിച്ചെടുത്തിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഇത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2-3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പിയിലോട്ട് കുറച്ചധികം എരിവ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോഴേ നമ്മളിത് ഇങ്ങനെ ഫ്രൈ ആക്കി വരുമ്പോൾ അതിൽ നല്ല രീതിയിൽ എരിവൊക്കെ ഉണ്ടാവുള്ളൂ. മുളക് പൊടി കുറച്ച് അല്പം ഉപയോഗിച്ചാൽ മതി, കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിക്കുക. ഇനി നന്നായിട്ടിത് കുഴച്ചെടുക്കണം. എൻ്റെ ഉമ്മച്ചിയാണ് ഇട്ടത് ഉണ്ടാക്കുന്നത്. ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ വീട്ടിലുള്ള മറ്റാർക്കും, എൻ്റെ ബ്രദേഴ്സിനൊന്നും അത് വലിയ താല്പര്യമില്ല കേട്ടോ. അത് കഴിക്കാനായിട്ട് ആരും കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ടൊന്ന് കിനിഞ്ഞ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഈ ഒരു ബോട്ടിയുടെ വേവും വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ ഇത് ഏകദേശം ഒരു 10 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങളത് ചിലപ്പോൾ വേവ് കുറഞ്ഞ ബീഫാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു വേവായിരിക്കും കേട്ടോ ഈ ഒരു ബോട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ചധികം ചെറിയ ഉള്ളി ഉപയോഗിക്കണം കേട്ടോ. ഈ ഒരു ഫ്രൈയിലോട്ട് നമ്മൾ നാടൻ രീതിയിലാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം, ഞാനിവിടെ ഏകദേശം ഒരു 40ഓളം ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതുപോലെ ബീഫിൻ്റെ ബോട്ടി വെക്കുമ്പോഴും അതുപോലെ മട്ടൻ്റെ ബോട്ടി വെക്കുമ്പോഴൊക്കെ കൂടുതൽ ചെറിയ ഉള്ളി ഉപയോഗിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ്. സവാള ഉപയോഗിക്കരുത്. സവാള ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സവാളയിൽ നിന്ന് കൂടുതലായിട്ട് വെള്ളം കിനിഞ്ഞ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ഉള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആവട്ടോ. ഇത് വെന്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ മസാല ഗ്രേവി മാത്രം മതി കഴിക്കാനായിട്ട്. ഇനി അതെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടിയിലോട്ട് വീണ്ടും കുറച്ചധികം ചെറിയ ഉള്ളി, ഏകദേശം ഒരു 12-13ഓളം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് സ്ലൈസാക്കി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കേണ്ട, കുറച്ച് മതി. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റും ആവും, പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ആവും. നമ്മളിത് ഫ്രൈ ആക്കി കഴിഞ്ഞ് നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല സ്മെല്ലാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ബോട്ടി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കടയിൽ നിന്നും ബോട്ടി വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ നമ്മളിത് ക്ലീൻ ആക്കിയതാണെങ്കിലും വീട്ടിൽ വന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത് അതിന് ശേഷം വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ കറിവേപ്പിലയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ വെന്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബോട്ടി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ആ ഒരു ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ, ആ ഗ്രേവിയൊക്കെ വറ്റി നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ പൊറോട്ടയ്ക്കും അതുപോലെ ചപ്പാത്തിക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കപ്പൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചില ആളുകൾ ഇതുപോലെയാണ് വരട്ടിയെടുക്കുക എന്ന് പറയും. ഇങ്ങനെ വരട്ടിയെടുത്തിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആവും. ഞാൻ ഈ വരട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു ബോട്ടിനെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു രീതിയിലാവുമ്പോൾ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഈ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയും നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ഈ സമയം കുറച്ചുകൂടി കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തത്തുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ബോട്ടി ഫ്രൈൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നന്നായിട്ട് തന്നെ ഡ്രൈ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ലുക്കിലായി വരും. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്